നമസ്കാരം. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് 4 മാസത്തോളമായി ഞാനൊരു വ്ളോഗ് ഇട്ടിട്ട് റീൽസ് ഇടും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇപ്പോൾ ഇന്നലെ യൂട്യൂബിലാണെങ്കിലും റീലിട്ടു. പക്ഷേ ഒരു സംസാരിക്കുന്ന പോലൊരു ഈ വെളുത്തത് എൻ്റെ കയ്യിൽ ചരടുണ്ടായിരുന്നു. അത് 3 മാസം ആയി ഇട്ടിട്ട് 3-4 മാസമായി. അപ്പോൾ അത് ഊരിയതാണ്. അപ്പോൾ അതൊരു കളർ ഡിഫറൻസ് ഉണ്ടാവും. ബ്ലഡ് സർക്കുലേഷൻ്റെ ആയിരിക്കും അല്ലേ. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, നമ്മൾ വ്ളോഗ് ഇട്ടിട്ട് 3-4 മാസമായി. എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, എന്താ ചേട്ടാ വ്ളോഗ് ഇടാത്തേ, എന്താ ആദി വ്ളോഗ് ഇടാത്തേ, എന്തെങ്കിലും പറ്റിയോ ആദി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ ഈ ഫോണിന് സ്റ്റോറേജ് വലിയ ഇഷ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ ഇത് 15 ആണ്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 256 GB റാം ഇതേ ഉള്ളായിരുന്നു. അപ്പം എനിക്ക് നമ്മുടെ കയ്യിലുള്ള വീഡിയോസ് എൻ്റെ അടുത്ത് പറയും പുതിയ ഫോൺ വേണേൽ വാങ്ങാം, അല്ലെങ്കിൽ ഉള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യൂ ക്ലിയർ ചെയ്യുന്നു. പക്ഷേ എനിക്കെന്തോ എൻ്റെ കയ്യിലുള്ള വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ തോന്നത്തില്ല. 2 മടി എൻ്റെ കൂടെപ്പിറപ്പാണ്. പക്ഷേ ചില കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്രോ ആക്റ്റീവാണ്, ചില കാര്യങ്ങളൊക്കെ നല്ല മടിയാണ്. 3 ഇവിടെയും ദുബായി ആയിട്ടാണല്ലോ. അപ്പം ഞാനൊന്ന് ഇരുന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇരിപ്പല്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പം എന്തായാലും ഇപ്പം ഞാൻ വീട്ടിലുണ്ട്, ട്രിവാൻഡ്രത്തിൻ്റെ വീട്ടിലുണ്ട്. പൊങ്കാലയൊക്കെ കഴിഞ്ഞു. 3-4 ദിവസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. ഇന്നിപ്പം അനിയത്തിയെ സ്കൂളിൽ വിട്ടിട്ട് അവൾക്കിന്ന് 10th ബോർഡിൻ്റെ ഫൈനൽ എക്സാമാണ്, മലയാളമാണ്. അപ്പോൾ അതും വിട്ടിട്ട് ഞാനിങ്ങനെ വീട്ടിൽ വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇത് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗറാണ്. എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മളിതാണ് രാവിലത്തെ നമ്മുടെ ഡ്രിങ്ക്. പഞ്ചസാരയില്ല, ഷുഗർ ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. ഇന്നലെ രാവിലെ പോയി, സൺഡേ രാവിലെ ഓൾ ഓഫ് എ സഡൻ അല്ല, ദേവ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ദേവ ഇപ്പോൾ UK യിലാണ്, ലീഡ്സിലാണ്, മാസ്റ്റേഴ്സ് ചെയ്യാണ്. അപ്പോൾ ദേവ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യൂ, ഒരു ഇയർലി വൺസ് ഒരു ബ്ലഡ് ചെക്ക് ചെയ്യുന്ന നല്ലതായിരുന്നു. എനിക്കും സൂചിക്കും തമ്മിലൊരു സ്നേഹമില്ലാത്തതുകൊണ്ടായിരിക്കും പേടിച്ച് ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ പോയി എല്ലാം ചെക്ക് ചെയ്തു, ഫുൾ ബോഡി ചെക്ക് ചെയ്തു ബ്ലഡ്. അപ്പം ദൈവം സഹിച്ച് പ്രശ്നമൊന്നുമില്ല, ടച്ച് വുഡ്. യെസ്. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിലൊരു പോൾ ഇട്ടായിരുന്നു. ഇപ്പോൾ ഇട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു വ്ളോഗ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും പതുക്കെ പഴയ പോലെ ട്രാക്കിലോട്ടാവാമെന്ന് വെച്ചു. വീക്കിലി 1-2 വ്ളോഗൊക്കെ ഇട്ട് നിങ്ങളുമായിട്ട് നിങ്ങളെ മിസ് ചെയ്തു. നിങ്ങളെന്നെ മിസ് ചെയ്തത് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഈ സംസാരവും നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ മിസ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അധികം മിസ്സാക്കിയിരിക്കണ്ട, നമുക്ക് വീണ്ടും ട്രാക്കിലോട്ട് ഇറങ്ങാമെന്ന്. യെസ്, അങ്ങനെ നമ്മുടെ വ്ളോഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ആദിത്യ രാജേഷ് ശ്രീലകത്തിൽ. എൻ്റെ ഫോൺ ഭാഗ്യവശാൽ എന്ന് പറയുന്നില്ല, നിർഭാഗ്യവശാൽ ഒന്ന് അപ്ഡേറ്റ് ആയി. എനിക്കിതിൻ്റെ ഇപ്പോൾ ഈ ഐഫോണിൻ്റെ ഈ ലേഔട്ട് ഉണ്ടല്ലോ, പുതിയ അപ്ഡേറ്റ് വന്ന എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ കുറേ വീഡിയോസ് കണ്ടു, കുറേ ആൾക്കാർക്കത് ഇഷ്ടപ്പെട്ടില്ല, പഴയത് തന്നെയായിരുന്നു നല്ലതെന്ന്. ഇപ്പോൾ ഇൻഡോർ ചെടികളാണ് അമ്മയ്ക്ക് ക്രൈസ്. രാവിലെ 2 വാൾനട്ട് എടുത്ത് കഴിക്കുക. ഇത് വളരെ നല്ലതാണെന്ന് പറയും. എനിക്ക് വാൾനട്ട്, ബദാം, ഡേറ്റ്സ്, കാഷ്യൂ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യണം. അൺബോക്സ് എന്നല്ല പറയുന്നത്, ഇതൊന്ന് കീറി പൊട്ടിക്കണം. ഇതിനകത്തൊരു കവറാണ്. നമ്മുടെ കാറിന്, നമ്മളൊരു പുതിയ കാർ വാങ്ങിച്ചു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാനുള്ളൊരു കവറാണ്, വെറുതെ വെയിലടിക്കാതിരിക്കാനുള്ള. അപ്പം നമുക്ക് എന്തായാലും ഇത് കീറി മുറിച്ച് കവറിടാം. യെസ്. അപ്പം നമുക്കെന്തായാലും ഇത് കീറി മുറിക്കുക. യെസ്, ഞാൻ കീറി മുറിച്ചിട്ട് വരാം, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ. ഇപ്പോൾ ടിയാഗോ ആണ് നമ്മുടെ പുതിയ വണ്ടി എന്ന് പറയുന്നത്. ക്രിസ്റ്റ അമേസും ഇവിടെ തന്നെ ഉണ്ട്. യെസ്. അപ്പം ഇത് നമ്മളിവിടെ പാർക്ക് ചെയ്തേക്കുകയാണ്. അപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് എന്താ പറയുക, ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കവർ എന്നല്ലല്ലോ പറയുന്നത്, എന്താ പറയുന്നത്, ഇതിൻ്റെ മണ്ടയ്ക്കൊരു ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കവറിട്ട് നമ്മൾ വെയിലിൽ നിന്ന് മോചനം നേടിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല ഇന്നേ വരെ. അപ്പം നമുക്കതുകൊണ്ട് നോക്കാം ഇതെങ്ങനെയാണ്, ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നമുക്കൊന്ന്
നോക്കാം. ഞാൻ കൂളിംഗ് ഗ്ലാസ്സിലോട്ട് മാറി, മറ്റൊന്നുമല്ല, ഇതാണ് സുഖം. പിന്നെ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നതിൻ്റെ ഞാൻ കൂടുതൽ സമയം പുറത്തൊക്കെ പോകുമ്പോൾ ഷീറ്റ്സ് വെച്ചിട്ടാണ് പോകുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് പവേർഡാണ്, നമുക്ക് നല്ല സുഖമാണ് കണ്ണിന്. അപ്പം സുഖം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ പുറകെ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്കല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് പറഞ്ഞത് കേട്ടോ. യെസ്, അപ്പം നമുക്ക് എന്തായാലും കാറിന് നമുക്ക് ഈ പുതിയ വണ്ടിക്ക് നമുക്ക് എന്തായാലും ഇതിടാം. വെയിലത്ത് കിടക്കുന്ന വണ്ടിയാണെങ്കിൽ എപ്പോഴും നമ്മൾ വൈപ്പർ പൊക്കി വയ്ക്കണം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യമൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു അത് ഒട്ടിപ്പിടിക്കും, അങ്ങനെ എന്തോ സിസ്റ്റമാണ്. അതിൽ അച്ഛൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. യെസ്, ഇപ്പം എന്തായാലും അപ്പോൾ ഇതിടാം. ക്യാമോഫ്ലാഷ് ആണ്. ഞാൻ വേണമെങ്കിൽ ക്വിക്കായിട്ട് വണ്ടിയെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ. അകത്ത് നമ്മളൊരു ഗണപതിയെ വെച്ചിട്ടുണ്ട്, കാണാമല്ലോ. നമ്മുടെ എല്ലാ വണ്ടികൾക്കും അകത്ത് ഗണപതി വെച്ചിട്ടുണ്ട്. അപ്പോൾ യെസ്, ഇത് ഒരു വളരെ ചെറിയൊരു കാറാണ്. പക്ഷേ ചെറിയ കാറാണെങ്കിൽ കൂടെ തന്നെ ഫീച്ചർ റിച്ച് ആണ്. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലോ ഫ്യൂലോ, നമുക്ക് എന്തായാലും പെട്രോൾ ഒഴിക്കാം. ഇത് 2-3 ദിവസം മുമ്പ് ഒഴിച്ചതാണ്, ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് ഒഴിച്ചതാണ്. കുറേ ട്രാവൽ ഉണ്ടായിരുന്നു. AC നല്ല കൂളിംഗ് ആണ്. പിന്നെ ഹർമാൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. എനിക്ക് ഒന്ന് 6 സ്പീക്കർ എന്തുണ്ട്. പിന്നെ കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്. പിന്നെ ഫ്രണ്ട് 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാ പറഞ്ഞത്, അത്യാവശ്യം സിറ്റിക്കകത്ത് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ഈ വണ്ടി കഴിഞ്ഞേ ഉള്ളൂ. ലൈക്ക് അത്രയും ചെറിയ വണ്ടിയാണ് എങ്കിൽ കൂടെ തന്നെ നമുക്കകത്ത് 4 പേർക്കും 5 പേർക്കൊക്കെ 4 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാം. 5 പേർക്ക് ബാക്കിൽ 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ കാർ ഓട്ടോമാറ്റിക്കാണ്. നമ്മുടെ ഇവിടെ വണ്ടികൾ 3 ഓട്ടോമാറ്റിക്കാണ്. പിന്നെ പഴയ പോലെ അല്ല ടാറ്റ. ഇപ്പം ടാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാം ലേറ്റസ്റ്റ് കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷം ഇങ്ങനൊരു വണ്ടി വാങ്ങാൻ പറ്റിയത് വീട്ടിലോട്ട്. അപ്പോൾ യെസ്, നമുക്ക് എന്തായാലും വണ്ടിക്ക് കവറിടൽ ചടങ്ങിലോട്ടാണല്ലോ നമ്മൾ വന്നത്. നമുക്ക് അതെന്തായാലും ചെയ്ത് തീർക്കാം. എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജി ചേട്ടാ, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് ഇറങ്ങാം. ഒരു കാര്യം പറയാൻ പറ്റുമോ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്റ്റിയറിംഗ് തന്നെയാണ്. നമുക്ക് സ്റ്റെബിലിറ്റി ആണെങ്കിൽ നമുക്ക് ഓടിക്കുമ്പോഴേക്കാണെങ്കിൽ ഇത് വെറും പുഷ്പം പോലെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. നമുക്കൊരു ഒരു വണ്ടി ഓടിക്കുന്ന ഒരു വണ്ടി ഓടിക്കാനുള്ളൊരു ഫീലിംഗ് പോലും തോന്നാത്ത രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെർത്താണ്, വെർത്ത്. അപ്പോൾ എന്തായാലും കവറിടാം. സക്സസ്. ഒരിക്കലും പറ്റില്ലെന്ന് വിചാരിച്ചതാ. ഗുഡ്, ലെറ്റ്സ് ഗോ. പറ്റാതിരിക്കുന്നത് കൊണ്ടല്ല, നമ്മൾ മെനക്കെടാൻ വയ്യ, അത് തന്നെ ബേസിക്കലി അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇറങ്ങി തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല, പ്രത്യേകിച്ച് എനിക്ക്. ചെറിയ രീതിക്ക് മഴച്ചാറ്റലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടിപ്പം നാമം ജപിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് പഞ്ചമുഖി ഹനുമാനാണ്. എനിക്ക് ദേവയുടെ അമ്മൂമ്മ ബർത്ത്ഡേക്ക് തന്നതാണ്. സൈഡിൽ ഞാനൊരു ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് ഹനുമാൻ ചലീസ ജപിച്ചതിന് ശേഷമാണ്. ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയാണ് വെള്ളം സൈഡിൽ വെച്ചേക്കുന്നത് കേട്ടോ, മറ്റൊന്നുമല്ല. യെസ്, കുഞ്ഞുവിൻ്റെ എക്സാം ഇപ്പോൾ കഴിഞ്ഞാണ്. നമുക്ക് എന്തായാലും അവളെ പോയി പിക്ക് ചെയ്യാം. ഇന്ന് അവളുടെ CBSE 10th ലാസ്റ്റ് എക്സാമാണ്, മലയാളമാണ്. അവൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു പോയി എഴുതുന്ന എക്സാമാണ്. അപ്പം എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ചെന്ന് അറിയാം. അതിനുശേഷം അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡും കൂടെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. യെസ്, കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഇവളുടെ സെൻറ്റർ. അപ്പം ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് പിള്ളേർ ഇറങ്ങി വരുന്നുണ്ട്. അവൾ ഉടനെ വരുമായിരിക്കും. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഏതായിരുന്നു? മലയാളം. ഓ, എന്താണ് ഇപ്പൊ തോന്നുന്നത്? ജനറലി ഒരു റിലീഫ് ഫീൽ ചെയ്യുന്നുണ്ട്. എക്സാം ബോർഡ് എക്സാം കഴിഞ്ഞതിന്റെ ഒരു ഇത്, വെയിറ്റിംഗ് റിസൾട്ട്സ്. ഇപ്പോൾ KFC കഴിക്കാൻ വന്നിരിക്കുകയാണ്, കവറിയാറുള്ള. ഞാൻ പൊതുവെ KFC വന്നു കഴിഞ്ഞാൽ പീസ് തന്നെയാണ് കഴിക്കുന്നത്. ഇത്തവണ ഒരു ചേഞ്ചിന് റൈസ് ബൗൾ പറയുന്നത് പറഞ്ഞു. അപ്പോൾ യെസ്, ഞാനതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു ചപ്പാത്തിയും കഴിച്ചു. കുറച്ച് ഫിഷ് ഫ്രൈയും പനീറും ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. യെസ്, രാവിലെ എഴുന്നേറ്റപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ വീണ്ടും നമുക്ക് വ്ളോഗിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ നിർത്തത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പരിചയക്കാരോട് പറയുക, ഇങ്ങനൊരു ചാനലുണ്ട്, വേണമെങ്കിൽ കയറി കണ്ടോളൂ എന്ന്. നടക്കുന്നേ, എൻ്റെ സ്വപ്നവും തൻ്റെ സ്വപ്നം ഒക്കെ നടക്കും.